إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായമായ സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്തും 10-ാമത്തെ ആയത്തുമാണ് കേൾപ്പിച്ചത്. ഈ ആയത്തുകൾക്ക് തൊട്ടു മുകളിലുള്ള 8-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒരു സത്യവിശ്വാസി വെള്ളിയാഴ്ചകളെ എങ്ങനെ കാണണം എന്നതിനെ സംബന്ധിച്ചും കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചിരുന്നു. വെള്ളിയാഴ്ച മരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വെള്ളിയാഴ്ച ജീവിക്കാനാണ് പലർക്കും പ്രയാസം. വെള്ളിയാഴ്ച മരിച്ചാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ ഹദീസുകളുണ്ട്. അതിലേറെയും ലഈഫാണ്. ഇനി സ്വഹീഹായി വന്ന ഹദീസുകൾ തന്നെയും അതിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഖബർ ശിക്ഷയിൽ ഇളവുണ്ടാകും തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച മരിച്ചാലുള്ള പ്രത്യേകത പറയുമ്പോൾ മരിച്ചാൽ തിരക്കടില്ല വെള്ളിയാഴ്ച എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ ഗുണങ്ങളൊക്കെയും കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ചയായിട്ട് തന്നെ കണ്ട് ജീവിക്കാൻ പറ്റണം. ജീവിതത്തിൽ അതില്ലാത്തവന് പിന്നെ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വെള്ളിയാഴ്ച മരിക്കണം എന്ന് ആലോചിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. വെള്ളിയാഴ്ച ജീവിച്ച് കാണിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മര്യാദകൾ പറഞ്ഞു തന്നു. ഇനി പ്രാധാന്യം ആവർത്തിക്കണ്ടല്ലോ, കഴിഞ്ഞ ഖുത്ബയിൽ എണ്ണി നമ്മളത് പറഞ്ഞു. ഒരു കാര്യം, ഏതൊരു കാര്യത്തിനും അതിൻ്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ അതിനെ മട്ടത്തിനായിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, ഒന്നും കൂടി കൊടുക്കാൻ പറയും, അത് തള്ളും. വെള്ളിയാഴ്ചയുടെ മഹത്വവും പ്രതിഫലവും ഒക്കെ ലഭിക്കണമെങ്കിൽ അതിന് ചില മര്യാദകൾ, ആദാബുകൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ശ്രേഷ്ഠ ദിനമാണ്, ദിനങ്ങളുടെ നേതാവാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. ആ ശ്രേഷ്ഠ ദിനത്തിലെ മര്യാദകൾ അതാണ് ഇന്ന് പറയുന്നത്. ശ്രേഷ്ഠ ദിനത്തിലെ മര്യാദകൾ എന്തൊക്കെയാണ്? അത് ശരിക്ക് ഈ ഇതിനെ തൊട്ട് സൂറത്ത് ജുമുഅയിലെ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅക്ക് വേഗം വരണമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ആയത്ത്, ആ ആയത്തിന് തൊട്ട് മുമ്പ് പറയുന്ന ആയത്തിൽ മരണമാണ് വിഷയം. ഞാൻ ഇന്ന് ഓതി വെച്ച ആയത്തതാണ്, 8-ാമത്തെ ആയത്ത്. കുൽ നബിയെ പറയുക, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, ഏതൊരു മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീക്കും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഓടിയിട്ടൊന്നും കാര്യമില്ല, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, പിന്നെ നിങ്ങളെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ എങ്ങനെയായിരുന്നു, നിങ്ങളെ അമലുകളൊക്കെ എങ്ങനെയായിരുന്നു, നിങ്ങളെ അമലിന്റെ അവസ്ഥ എന്തായിരുന്നു? ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളെ അമലുകളെ കുറിച്ചുള്ള കൃത്യമായ അറിയിപ്പ് അവിടെ ഉണ്ടാകും, അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ആ വിവരങ്ങൾക്ക് അവിടുന്ന് കിട്ടും, അമലുകളെ കുറിച്ച് അല്ലാഹ് പറയണം. വെള്ളിയാഴ്ച ദിവസത്തെ ആദാബുകളെ പറ്റി പറയുമ്പം ശരിക്ക് ഈ മരണമാണ് നമ്മളെ മുന്നിൽ തെളിയുന്നത്. മര്യാദകളൊക്കെ പറയുമ്പോൾ ഓരോ കാര്യം എങ്ങനെയാണ്? മരിച്ചാല് മയ്യത്ത് കുളിപ്പിക്കണം, പിന്നെ കഫൻ ചെയ്യണം, നല്ല പുതിയ വസ്ത്രം മയ്യത്തിനെ ധരിപ്പിക്കണം, സുഗന്ധം പൂശണം, അതിനു മുമ്പ് മിസ്വാക്ക് ചെയ്യണം, ഉളൂ ചെയ്യണം, പലതുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ മര്യാദകളിൽ ഒന്നാമത്തെ മര്യാദ കുളിക്കുക എന്നുള്ളതാണ്. ആ കുളി ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്നത് അത് പ്രത്യേകം അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തി ശുചിത്വം കൂടുതലുള്ളവനാണ് മലയാളി. മലയാളികളായ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ഒരു ദിവസം പലതവണ കുളിക്കും. പക്ഷെ വെള്ളിയാഴ്ചയുടെ കുളിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ജാഅ അഹദുക്കുമുൽ ജുമുഅ ഫൽയഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നുണ്ടെങ്കിൽ അവർ കുളിക്കട്ടെ. ഇമാം മുസ്ലിമും ബുഖാരിയും ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബുഖാരിയുടെ 877 മുസ്ലിമിന്റെ 844 നമ്പർ ഹദീസാണ്. ഇമാം ബുഖാരിയുടെ 880 ഹദീസിൽ വേറെ ഒരു ഹദീസും കൂടി കാണാം. അൽ ഗുസ്ലു യൗമുൽ ജുമുഅ വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ, പ്രായപൂർത്തിയായ എല്ലാ വ്യക്തിക്കും വെള്ളിയാഴ്ച കുളിക്കൽ വാജിബാണ്, നിർബന്ധമാണ് എന്ന്. ഈ ഒരു ഹദീസിനെ പണ്ഡിതന്മാർ എത്രയാണ് വിശദീകരിച്ചതെന്നറിയോ? ഫിഖ്ഹിന്റെ ഇമാമുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? അവർക്കൊക്കെ ചർച്ച ചെയ്യാനുള്ളത് ഇങ്ങനത്തെ വിഷയമാണ്. അവനാന്റെ പരലോകത്തേക്കുള്ള അമലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരൊക്കെ ചർച്ച ചെയ്തത്. നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒന്നും താല്പര്യമില്ലാത്ത വിഷയവും അതാണ്. എത്രയാണ് ഈ ഹദീസിനെ അവർ പറഞ്ഞതെന്നറിയോ? അവർ പറയുന്ന അറബികൾ പണ്ട് പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും അനിവാര്യമായ ഒരു കാര്യം വാജിബ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞതാണ്. അതല്ലാതെ നിർബന്ധമായിട്ട് ഒരു കാര്യം വാജിബാക്കിയ പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ അമല് സ്വീകരിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വാജിബല്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ കാണാം. ഏതായിരുന്നാലും സുന്നത്തിൻ മുഅക്കദ, വളരെ ശക്തമായ സുന്നത്താണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല.
എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അത് വാജിബാണെന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്, കുളി വെള്ളിയാഴ്ച കുളിക്കുക എന്നത്. ഇനി ആ കുളി എങ്ങനെയാകണം? സാധാരണ ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാലൊക്കെ സാധാരണ ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കലും വെള്ളം പാർന്ന് കുളിക്കലെങ്കിൽ കുളത്തിൽ ചാടി കുളിക്കും. എങ്ങനെയാണോ കുളിക്കുന്നത് അങ്ങനെ ഒരു അലസമായ കുളിയല്ല. മറിച്ച് വെള്ളിയാഴ്ചയിലെ കുളിയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ വരെ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം നബിന്റെ സ്വഹാബികൾ നബിയിൽ നിന്നൊരു കാര്യം കേട്ടാൽ, നബിയിൽ നിന്നൊരു കാര്യം പഠിച്ചാൽ അത് അതേപോലെ പ്രാവർത്തികമാക്കുമായിരുന്നു. സ്വഹാബികൾ അങ്ങനെ ജീവിച്ചത്. നബിന്റെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് അക്ബറിന്റെ കാലവും കഴിഞ്ഞു, ഉമർ ഖത്താബിന്റെ കാലം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മിമ്പറയിൽ വെള്ളിയാഴ്ച ദിവസം മിമ്പറയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈനമാ ഹുവ ഖായിമുൻ ഫിൽ ഖുത്ബ യൗമൽ ജുമുഅ ഇദ് ദഖല റജുലുൻ മിനൽ മുഹാജിരീനൽ അവ്വലീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ സ്വഹാബിമാരിൽ മുഹാജിരീങ്ങളിലെ ആദ്യകാല മുഹാജിരീങ്ങളിലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് പള്ളിക്ക് കടന്നു വന്നു. ഉമർ ഖത്താബ് കുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കടന്നു വന്ന വ്യക്തി ആരാണെന്നുള്ളത് ഇമാം ബുഖാരിയുടെ 878 നമ്പർ ഹദീസിൽ കാണാം. ആ ഹദീസിൽ പറയുന്നത് അത് 845, ഇമാം മുസ്ലിമിന്റെ 845 നമ്പർ ഹദീസിൽ പറയുന്നുണ്ട്. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കടന്നു വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു ദീന് പറയാന് ആരാന്നൊന്നുള്ള നോട്ടൊന്നുമില്ല. ദീന അവർ പഠിപ്പിച്ചു കൊടുക്കും, ദീന് പറയും, ആരോടും പറയും. ഉമർ ഖത്താബ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ കടന്നു വന്ന വ്യക്തി മിമ്പറമല ഖുത്ബ തുടങ്ങിയിരിക്കണം, അപ്പോഴാ വരണത്. അപ്പൊ ഉമർ ഖത്താബ് മിമ്പറമെന്ന് ചോദിക്കുകയാണ്, ഫനാദാഹു ഉമർ അയ്യത്തു സാഅത്തിൻ ഹാദിഹി, ഇതേതാ സമയം, എന്റെ എത്ര വൈകിയെന്നർത്ഥം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ചില ജോലികളിൽ വ്യാപൃതനായ അമീറുൽ മുഅ്മിനീൻ, അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തു. അപ്പൊ എനിക്ക് ഉതുണ്ടാക്കാനേ സമയം, ഞാൻ വേഗം ഉതെടുത്ത് പോന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉതും ചുരുക്കിയോന്ന് ചോദിച്ചു. എന്നിട്ട് ഉമർ ഖത്താബ് ചോദിക്കുകയാണ്, വഖദ് അലിംത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഉമുറു ബിൽ ഉസ്ൽ, കുളിക്കാൻ നബി കൽപ്പിക്കാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പം എന്ന് നിനക്കറിയില്ലേന്ന് ഉമർ ഖത്താബ് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ചോദിക്കുന്നത്. ഇത് ഇമാം ബുഖാരിയുടെ 878 നമ്പർ ഹദീസിലാണ് ഇത് കാണാൻ സാധിക്കുക. അപ്പൊ അവരൊക്കെ വെള്ളിയാഴ്ചയുടെ കുളിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു എന്നാണ് ആ പറഞ്ഞത് ചുരുക്കം. ഇനി ഇതിനെ എങ്ങനെയാണ്, എപ്പോഴാണ് കുളിക്കേണ്ട, ടൈം എപ്പോഴാണ്, കുളിക്കേണ്ട രൂപം എങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കുളിക്കേണ്ടത് ഫജ്റിന് ശേഷം, ജുമാന്റെ മുമ്പ്. ജുമാക്ക് ശേഷം കുളിച്ചാലും ഫജ്റിന്റെ മുമ്പ് കുളിച്ചാലും വെള്ളിയാഴ്ചയുടെ കുളിയാവൂല, സുന്നത്ത് കുളിയാവൂല. ഒരാൾ ഫജ്റിന്റെ മുമ്പ് രാത്രി എഴുന്നേറ്റ് ആൾ കുളിച്ച് അയാൾ കിടന്നു വിചാരിച്ചോളി, അത് വെള്ളിയാഴ്ച ജുമാന്റെ കുളിയാവൂല. അയാൾ പിന്നെ വീണ്ടും ഫജ്റിന് ശേഷം കുളിക്കണം. ജുമയ്ക്ക് ശേഷം കുളിച്ചാലും ജുമാന്റെ കൂലി കിട്ടുക, ജുമാന്റെ മുമ്പ് കുളിക്കണം. കുളിക്കുന്ന ടൈം പഠിപ്പിച്ചു തന്നു. നമ്മൾ ഉളുഹിയത്ത് എപ്പോഴാണ് ഇറക്കേണ്ടത്? നിസ്കാരത്തിന് മുമ്പ് ഇറക്കാൻ പറ്റില്ല, നിസ്കാരത്തിന് ശേഷം ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജുമാന്റെ മുമ്പ്, പെരുന്നാസ്കാരത്തിന് മുമ്പ് കൊടുക്കണം, ശേഷം കൊടുക്കണം. എന്നാൽ വെള്ളിയാഴ്ചന്റെ കുളി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചന്റെ കുളിയും അതുപോലെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഫജ്റിന് ശേഷമായിരിക്കണം, ജുമാക്ക് മുമ്പായിരിക്കണം കുളിക്കേണ്ടത്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല, സാധാരണ കുളിക്കണമായിട്ടൊരു കുളിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിക്കണം എന്നാ, വലിയ അശുദ്ധിക്കാരൻ കുളിക്കുന്നത് പോലെ കുളിക്കണം എന്നാ വെള്ളിയാഴ്ചന്റെ കുളി. അതെങ്ങനെയാണ്? നിയ്യത്ത് വെക്കണം ആദ്യം, വെള്ളിയാഴ്ചന്റെ കുളിയാണ് എന്ന്. നമ്മളൊരു കുളി വ്യാഴാഴ്ച കുളിച്ച് വെള്ളിയാഴ്ചയും കുളിച്ചു, ശനിയാഴ്ച കുളിക്കാറുള്ള കുളി വെള്ളിയാഴ്ച കുളിച്ച ആ കുളി ആവൂല. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നത്. വുളു ചെയ്യണം, അതിന് മുമ്പ് ആദ്യം വലതു കൈ കഴുകണം, പിന്നെ ഇടതു കൈ കഴുകണം. അതിനുശേഷം രണ്ട് കൈകളും പുറത്തേക്ക്, അന്നത്തെ കാലത്ത് വെള്ളം വളരെ കുറച്ചു മാത്രമുള്ള കാലാണ്. അപ്പൊ വലത്തെ കൈ ആദ്യം കഴുകി, പിന്നെ ഇടത്തെ കൈ കഴുകി, പിന്നീട് ഗുഹ്യസ്ഥാനം കഴുകണം. ജനാബത്തുകാരന്റെ കുളി പോലെ തന്നെ ഗുഹ്യസ്ഥാനം കഴുകണം. അതിനുശേഷം രണ്ട് കൈ കഴുകിയതിനു ശേഷം പിന്നീട് വുളു ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് വുളു ഉണ്ടാക്കണം. എന്നിട്ട് തല കഴുകണം. വുളു ഉണ്ടാക്കിയതിനു ശേഷം തല കഴുകുക.
എന്നിട്ട് വലതുവശം കഴുകുക, പിന്നെ ഇടതുവശം കഴുകുക. ഇതാണ് വെള്ളിയാഴ്ചന്റെ കുളിന്റെ രൂപം. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കുളി കുളിക്കലല്ല, വെള്ളിയാഴ്ചയുടെ കുളി അത്രയും സുന്നത്താണ്. അത് കുളിക്കേണ്ട ടൈം വരെ പഠിപ്പിച്ചു, കുളിക്കേണ്ട രീതിയും പഠിപ്പിച്ചു. ഇതെല്ലാം ഒരു മുസ്ലിമിന് വെള്ളിയാഴ്ചയും വ്യാഴ്ചയൊക്കെ ഒരുപോലെ ആകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകത തന്നെയാണ് ആ ദിവസം എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ്. അടുത്ത മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പല്ല് തേക്കുക, വായ വൃത്തിയാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ കുളീൻ്റെ കൂടുതലാണ് ചെയ്താലും മതി. ഇനി അതല്ലെങ്കിൽ വേറെ തന്നെ പരിഗണിച്ചും ചെയ്യുക. റസൂൽ പറയാണ്, ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി വ അല നാസി ലഅമർതുഹും ബിസ്സിവാക് മഅ കുല്ലി വുളൂഇൻ. നിർബന്ധമായിട്ട് കൽപ്പിക്കുമായിരുന്നു. അത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വുളൂ ചെയ്യുമ്പോൾ സിവാക്ക് ചെയ്യാൻ, പല്ല് തേക്കുക. ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീന ഫമൻ ജാഅ ഇലൽ ജുമുഅത്തി ഫൽയഗ്തസിൽ വഇൻ കാന തീബൻ ഫൽയമസ്സ മിൻഹു വഅലൈക്കും ബിസ്സിവാക്. കുളിക്കുക, പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, സുഗന്ധം ഉപയോഗിക്കുക. അതാണ് സുഗന്ധം ഉപയോഗിക്കലാണ് അടുത്ത മര്യാദ. മിസ്വാക്ക് ചെയ്യുക, സുഗന്ധം. വഇൻ കാന തീബൻ ഫൽയമസ്സ മിൻഹു. സുഗന്ധം ഉള്ള സുഗന്ധത്തിൽ നിന്നാണ് അനുസരിച്ച് നല്ല, അത് എല്ലാ ഭയങ്കര 10,000 1000 മുടക്കിയിട്ടുള്ള പിന്നെ തീബ് ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഉള്ള അവനവന്റെ സാമ്പത്തികമായ സ്ഥിതിക്ക് അനുസരിച്ചുള്ളത് ഉപയോഗിക്കുക. അതിപ്പോൾ ഒരു സോപ്പ് തേക്കാനാണെങ്കിൽ ആ സോപ്പിന് നല്ല മണം ഉണ്ടായാലും മതി, അതും സുഗന്ധമായിട്ട് തന്നെ പരിഗണിക്കപ്പെടുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ജുമാക്ക് വരുന്ന പെണ്ണുങ്ങൾ ഈ കുളിയും സിവാക്കൊക്കെ വേണം. പക്ഷെ പെണ്ണുങ്ങൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ തീരെയും പാടില്ല. സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ പാടേയില്ല, സുഗന്ധം ഉപയോഗിക്കാനേ പാടില്ല. പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കാം, നല്ല സുഗന്ധം ഉപയോഗിക്കാം. അത് ഭർത്താവിൻ്റെ കൂടെ റൂമിലിരിക്കുന്ന സമയത്ത് മാത്രം, പുറത്തേക്ക് പാടില്ല. അതോടൊപ്പം വെള്ളിയാഴ്ചയുടെ മറ്റൊരു മര്യാദയാണ്, നമ്മൾ രാവിലെ കണ്ട് പോയിട്ട് പിന്നെ വൈകുന്നേരം വരെ അങ്ങാടി കൂടെ ഓടി അങ്ങനെ വിയർത്ത്, പിന്നെ ആകെ വിയർത്ത് കുളിച്ച് ഒരു ദുർഗന്ധം പേറി പള്ളിക്ക് വരരുത്. പള്ളിക്കേ വരാൻ പാടില്ല, ഒരു ജമാഅത്തിനും വരാൻ പാടില്ല, ജുമാക്ക് തീരും വരാൻ പാടില്ല. അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിച്ച് പള്ളിക്ക് വരരുത്. ചില ഭക്ഷണങ്ങൾ അതിൽ പെട്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അക്കല മിൻ ആദിഹിൽ ബക്ല അസ്സൂം വഖാല മറ മൻ അക്കലൽ ബസല വസ്സൂമ വൽ ഖുറാസ. അത് ഈ വലിയ ഉള്ളി, ചെറിയ വെളുത്ത ഉള്ളി, ഖുറാസനാണ് ഉള്ളിയുടെ ഒരു തരം പുല്ലുണ്ട്. ഇങ്ങനെയുള്ള ചന്തകളൊന്നും തിന്നിട്ട് ഫലാ യഖ്റബന്ന മസ്ജിദന, നമ്മുടെ പള്ളിയുടെ അടുത്തേക്ക് പോലും വരരുത് എന്ന ഹദീസ്. പള്ളിയെ സമീപിക്കരുത്. ഫഇന്നൽ മലായികത തതഅദ, കാരണം മലക്കുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പള്ളി എന്ന് പറഞ്ഞാൽ മലക്കുകൾ കൂടിയുള്ള സ്ഥലമാണ് അള്ളാന്റെ പള്ളി. മിമ്മാ യതഅദ മിൻഹു ബനു ആദം, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. മനുഷ്യന്മാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് മലക്കുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും. മറ്റൊരു മര്യാദയാണ് വെള്ളിയാഴ്ച. ഇമാം ബുഖാരിന്റെ ഒരു അധ്യായം തന്നെ ഉണ്ട്, അദ്ദിഹിനുലിൽ ജുമുഅ, വെള്ളിയാഴ്ച എണ്ണ തേക്കുക എന്നുള്ളത്. ഒരു അധ്യായം തന്നെ കാണാം. അപ്പം വെള്ളിയാഴ്ച ദിവസം ഒന്ന് എണ്ണ തേച്ചൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് കുളിക്കുക. അതുപോലെ തന്നെ ഇനി കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്ന തലയിൽ തേക്കുന്ന എണ്ണ, അങ്ങനെയൊക്കെയുള്ള എണ്ണ ഉപയോഗിക്കുക എന്നത് പ്രത്യേകം വെള്ളിയാഴ്ച സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ജുമാന്റെ ആയത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്ത് തന്നെയാണ്. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞ നല്ല വസ്ത്രം ധരിക്കാൻ തന്നെയാണ്. നല്ല മൻ ഇഗ്തസല യൗമൽ ജുമുഅ ഫഅഹ്സന ഗുസ്ലഹു വതതഹറ ഫഅഹ്സന തുഹൂറഹു വലബിസ മിൻ അഹ്സനി തിയാബിഹി. അയാൾ നല്ല വസ്ത്രം ധരിച്ചു, കുളിച്ചു, നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരാള് ജുമാക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് വരിക, അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന നല്ല വസ്ത്രം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ മിമ്പറയിൽ വെച്ച് പറഞ്ഞു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നത്. അബൂദാവൂദിന്റെ 1078 നമ്പർ ഹദീസിൽ പറയാണ്, ഒരിക്കൽ നബി മിമ്പറയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം. എന്താണ് മിമ്പറിൽ വെച്ച് പറഞ്ഞ കാര്യം? മാ അലാ അഹദിക്കും ഇൻ വജദ ഔ അലാ അഹദിക്കും ഇൻ വജത്തും അൻ യത്തഖിദ സൗബൈനി ലിയൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തേക്ക് വേണ്ടി ഒരു 2 കൂട്ട് വസ്ത്രം കയ്യുന്ന ആൾക്കാർ വെള്ളിയാഴ്ചക്ക് മാത്രം മാറ്റി വെക്കട്ടെ എന്ന്.
സിവാ സൗബത്തൈ മിഹ്നതിഹി, ജോലിക്ക് പോകുമ്പം അതല്ലാത്ത സമയത്തൊക്കെ പുറത്തു പോകുമ്പോൾ ഉടുക്കുന്ന വസ്ത്രം ഒഴികെ അതല്ലാത്ത 2 കൂട്ട് വസ്ത്രം വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കട്ടെ. കഴിയുന്ന ആൾക്കാർ എന്നാ പറഞ്ഞേട്ട. ഇൻ മാ അല അഹദിക്കും ഇൻ വജദ, നിങ്ങളെ കൂട്ടത്തിൽ പറ്റുന്ന ആൾക്കാർ 2 കൂട്ട് ഡ്രസ്സ് വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കട്ടെ. ഇത് റസൂല് പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, ഇത് റസൂല് പറഞ്ഞത് യഖൂലു ദാലിക അലൽ മിമ്പർ, മിമ്പറിൽ വെച്ചാണ് റസൂല് പറഞ്ഞതാ. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നത്, റളിയല്ലാഹു അൻഹു പറയണത്. അപ്പൊ വെള്ളിയാഴ്ചക്ക് മാത്രമായിട്ട്, വെള്ളിയാഴ്ച ഉടുക്കാനായിട്ട് 2 കൂട്ട് വസ്ത്രം വേറെ തന്നെ മാറ്റി വെക്കുക. ഇനി 2 ഇല്ലെങ്കിൽ 1 കൂട്ട് വസ്ത്രമെങ്കിലും വെള്ളിയാഴ്ചയുടെ ഒരു വസ്ത്രം പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ഇടാൻ വേണ്ടി മാത്രമായിട്ട്. മുൻഗാമികളൊക്കെ കാണാം, അവര് മിമ്പറയ്ക്ക് വേണ്ടി മാത്രം വസ്ത്രങ്ങൾ മാറ്റിവെച്ചിരുന്നു മുൻഗാമികൾ, സലഫുകൾ. മിമ്പറയിൽ കയറാൻ വേണ്ടി മാത്രം വസ്ത്രങ്ങൾ മാറ്റിവെച്ചിരുന്നു മുൻഗാമികൾ. വെള്ളിയാഴ്ച ദിവസം മാത്രം ഉടുക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ മാറ്റിവെച്ചിരുന്നു അവർ. ആ വസ്ത്രം അവർ മറ്റു ദിവസങ്ങളൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്താണ് സഹോദരങ്ങളെ? ഇതൊക്കെ ഒരു ഒരുക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. സഹോദരങ്ങളെ, നമ്മളെ കുളിപ്പിക്കുന്നൊരു ദിവസം വരാനുണ്ട്. പല്ല് തേച്ച് സിവാക്ക് ചെയ്ത് വുളു ചെയ്ത് തന്ന് നമ്മളെ കുളിപ്പിക്കും ഒരു ദിവസം. നല്ല ഇതുവരെ ഉടുക്കാത്ത 3 തുണി, 3 വസ്ത്രം നമ്മളെ ധരിപ്പിക്കും. നല്ല സുഗന്ധം ഉപയോഗിക്കും. വെള്ളിയാഴ്ചകൾ മുഴുവനും ഒരു ഒരുക്കമാണ് സഹോദരങ്ങളെ. മരണത്തിന് വേണ്ടിയുള്ളൊരു ഒരുക്കമാണ്. റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോണമെന്ന ഒരു ചിന്തയാണ്. വെള്ളിയാഴ്ചയെക്കുറിച്ച് അള്ളാഹ് പറയുന്ന ആയത്തിന് തൊട്ടു മുന്നിലെ ആയത്ത് സൂറത്തുൽ ജുമഅയിൽ അള്ളാഹ് പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമില്ല, എത്ര ബോഡി ചെക്കപ്പ് നടത്തിയിട്ടും കാര്യമില്ല. മാസം 10,000 മുടക്കി ബോഡി ചെക്കപ്പ് നടത്തുകയാണ്. കിഡ്നിക്ക് തകരാറുണ്ടോ, അല്ലെങ്കിൽ മറ്റേ ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഒരു ഓട്ടമാണ്. എന്താണ് ഈ ചെക്കപ്പിന്റെ ഒക്കെ പിന്നിൽ? നമ്മളൊരു മരണത്തെ പേടിക്കുന്നുണ്ട്, അല്ലേ? ഒരു സത്യത്തെ പേടിക്കുന്നുണ്ട്. എന്താണ് രോഗം വന്നാൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ? നമ്മൾ ഓടുകയാണ്. അല്ലാഹ് പറയാ, എങ്കിൽ നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മരണം നിങ്ങൾക്ക് എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾക്കൊരു രോഗവും ഇല്ല, ഒരു രോഗലക്ഷണവും ഇല്ല. നിങ്ങൾ ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും ഒക്കെ അതൊക്കെ പൂർണ്ണമായും ആരോഗ്യമുള്ളതാണെങ്കിൽ പോലും സമയമെത്തിയാൽ നടക്കന്നെ ചെയ്യും. ഒരു നിമിഷ നേരം പോലും പടച്ചോൻ പിന്തിച്ചിടൂല. വെള്ളിയാഴ്ച ഓതുന്ന 2ാമത്തെ സൂറത്ത് അതാണ്, അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിലെത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷ നേരം പോലും പിന്തിച്ചിടൂല സഹോദരങ്ങൾ. അതുകൊണ്ട് വെള്ളിയാഴ്ചക്കുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മുടെ പരലോകത്തേക്കുള്ള സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹദ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അവിടെ നമ്മൾ ദൃഢമാക്കണം, അവിടെ രക്ഷപ്പെടുമെന്ന ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ദിനരാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് വെള്ളിയാഴ്ച. ആ ദിവസം അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫ് അത് ഒരു തവണ നിർബന്ധമായും ഓതുക. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതണം. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പല ഖുത്ബകളിൽ ആവർത്തിച്ചു പറഞ്ഞതാണ്. അത് 2 വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള ഒരു വെളിച്ചമാണ്, പ്രകാശമാണ്. മറ്റൊന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ, ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ട്. സാധാരണ ചൊല്ലുന്നതിനേക്കാൾ അധികം സ്വലാത്തുകൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിക്കണം. മറ്റൊരു കാര്യം, പള്ളിയിൽ ഇമാമിലേക്ക് തിരിഞ്ഞിരിക്കണം. ചുമരിൽ ചാരി വടക്കോട്ടോ
അല്ലെങ്കിൽ തെക്കോട്ടോ തിരിഞ്ഞിരിക്കാൻ പാടില്ല. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഈ പള്ളിയിൽ ഒരാൾ പോലും അങ്ങനെ ഇരിക്കുന്നത് കാണരുത്. ഇരിക്കുകയാണെങ്കിൽ തന്നെ ചാരി സൈഡിലേക്ക് ചാരി ഇരിക്കാം. ഞാൻ ഹദീസ് കേൾപ്പിക്കാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തവ അലൽ മിമ്പർ, റസൂൽ മിമ്പറിലേക്ക് കയറിയാൽ ഞങ്ങളെല്ലാവരും റസൂലിലേക്ക് നേരെ മുഖം തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇമാം തുർമുദിന്റെ 509 നമ്പർ ഹദീസാണ്. മറ്റൊരു ഹദീസ് അദീ ഇബ്നു സാബിത്ത് അൻ അബീഹി, അദീ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അലൽ മിമ്പരി ഇസ്തഖ്ബലഹു അസ്ഹാബഹു ബിവുജൂഹിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയാൽ സഹാബികളായ എല്ലാവരും നബി നിൽക്കുന്നതിനെ നേരെ തിരിഞ്ഞ് നബിക്ക് അഭിമുഖമായിരിക്കാറുണ്ടായിരുന്നു. അപ്പം ചുമരിൽ ചാരി വടക്കു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ തിരിഞ്ഞിരിക്കാൻ പാടില്ല. ഇരിക്കുന്നത് നേരെ. ഇനി ഈ ചാരി തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകൾ ഒരു സൈഡ് ചാരിയിട്ടിരിക്കുക, മുഖം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഇടതു ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്കോ വടക്കു ഭാഗത്തേക്കോ ചുമരിൽ ചാരി ഇരിക്കാൻ പാടില്ല, നേരെ ഇങ്ങോട്ടിരിക്കണം. അതുപോലെ തന്നെ ജൂതന്മാരെ ഇരുത്തം, ആ ഇരുത്തം ഇരുന്നിട്ട് അത്തഹിയാത്തിന്റെ ഷേപ്പിൽ ഇരുന്നിട്ട് ഇടത്തെ കൈ സൈഡിലേക്ക് കുത്തിയിരിക്കുക. അത്തഹിയാത്തിരിക്കണമാതിരി ഇരുന്നിട്ട് പിന്നെ ആ കൈ ഇങ്ങനെ ഇടതു ഭാഗത്തേക്ക് നിലത്ത് കുത്തിയിട്ടൊരു ഇരുത്തുണ്ട്. അത് ജൂതന്മാരെ ഇരുത്താണ്. അള്ളാന്റെ ശാപം കിട്ടുന്ന ഇരുത്താ, ശാപം കിട്ടുന്ന ഇരുത്താ. ആ ഇരുത്തം പള്ളിയിൽ തന്നെ ഇരിക്കരുത്, വെള്ളിയാഴ്ച തീരെ ഇരിക്കരുത്. അത്തഹിയാത്തിൽ ഇരിക്കണ മാതിരി ഇരുന്നിട്ട് നമ്മളൊരു താങ്ങ് കൊടുക്കുമല്ലോ, ഇടത്തെ കൈ താങ്ങ് കൊടുത്തിരിക്കുക. ആ ഇരുത്തം ജൂതന്മാരെ ഇരുത്താണ്, റസൂൽ നിരോധിച്ച ഇരുത്താണ്. പള്ളിയിൽ ഇരിക്കാൻ പാടില്ല, ജുമാക്ക് തീരെ ഇരിക്കാൻ പാടില്ല, ശാപം കിട്ടുന്ന ഇരുത്താ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പം മര്യാദകളാണ്. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്, ആവർത്തിച്ച് കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പള്ളിയിലേക്ക് പുതിയ പുതിയ ആളുകൾ ജുമാക്ക് വരുന്നു, തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ, അവർക്ക് തൗഹീദ് മനസ്സിലായി. അപ്പോൾ അവർ നമ്മളെ പള്ളിയെ തേടി വരികയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അത് മിമ്പറയിൽ വെച്ചാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരാൾ ഇങ്ങനെ ചാരി ഇങ്ങോട്ട് ഇരിക്കണമെങ്കിൽ അത് മോശക്കാരാണെന്ന് ആരും വിചാരിക്കരുത്. ഇങ്ങനെ ഒരാൾ കൈകുത്തി ഇരിക്കണ്ടെങ്കിൽ ഓനെങ്ങനെ നോക്കിയിട്ട് ഓൻ മോശക്കാരനാണെന്ന് വിചാരിക്കരുത്. കാരണം അവർക്കത് അറിയില്ല. തൗഹീദ് കേട്ട് നമ്മളെ പള്ളിയിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പം നമ്മൾ ആ മര്യാദകളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടുകൂടി തൗഹീദ് മനസ്സിലാക്കിയ മാതിരി കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ പല ആളുകളും ആശുപത്രികളിലും വീടുകളിലുമുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല അവിടെയൊക്കെ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല എത്ര കാലമാണ് നമുക്ക് ആയുസ് നിശ്ചയിച്ചത് അത്രയും കാലം ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.